Now that our stars and our honorable guests are seated here to set the tone for the day, let's welcome our program coordinator, Mr. Sashia Ma'am, to the stage. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ MPSC എക്സാം എഴുതി അതിൽ നിന്നും സെലക്ട് ചെയ്ത ഏറ്റവും അവസാനം വരെ ആ എക്സാമിൽ അതിനോടുള്ള താല്പര്യത്തോടു കൂടി മുന്നേറിയ നമ്മുടെ മക്കളുടെ അഭിരുചിക്ക് അനുസരിച്ച് മുന്നേറിയ 16 കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്കൊരു ഇൻ്റർവ്യൂ ക്രിയ അക്കാദമിയിൽ വെച്ചിട്ട്, സിവിൽ സർവീസ് അക്കാദമിയിൽ വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റി. അവരെ ഹോണർ ചെയ്തുകൊണ്ടുള്ള അവരുടെ കോൺവെക്കേഷൻ സെറിമണിയാണ് നമ്മൾ ഇന്നിവിടെ നടത്താൻ പോകുന്നത്. അതിലേക്ക് നമ്മുടെ ഈ ഒരു വേദിയെ ധന്യമാക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയ ഗസ്റ്റ്, മലപ്പുറം ക്രൈം ബ്രാഞ്ചിലെ സബ് ഇൻസ്പെക്ടർ ഷൈജു സാറിനെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു MPSC എന്നുള്ള ആശയം കൊണ്ടുവന്ന് അതിനെ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു കോൺവെക്കേഷൻ വരെ എത്തിച്ച നമ്മുടെ പ്രിയ HM സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ PTA പ്രസിഡന്റ്, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള റസീം സാറ്, നിങ്ങൾക്കും വേണ്ടി എല്ലാ പ്രവർത്തനത്തിലും HMനോട് കൂടെ എല്ലാ പ്രവർത്തനത്തിലും മുന്നോട്ടുണ്ടായിരുന്നു സാറിനെ ഞാൻ പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ മക്കൾക്ക് എല്ലാവിധ കരുത്തും ഊർജവും നൽകിക്കൊണ്ട് അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് നയിച്ച പ്രിയ രക്ഷിതാക്കളെ ഞാൻ ഈ MPSCയുടെ കോൺവെക്കേഷൻ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ എൻ്റെ സ്നേഹം നിറഞ്ഞ പ്രിയ വിദ്യാർത്ഥികൾ, അവരാണ് ഇന്നത്തെ താരങ്ങൾ. അവരെ വളരെ ഹൃദയപൂർവ്വം, അവരുടെ സന്തോഷമാണെന്ന്, അവർക്കും വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ എല്ലാ നിലയിലുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. Thank you, ma'am. We are privileged to have a leader who does exactly that for our students every day. I now invite our pillar of support, Mr. Suhail T, Headmaster, MIC School, for his presidential address. Welcome, sir. Thank you. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി അധ്യാപക സുഹൃത്തുക്കളെ, ഒരു സുദീർഘ ഭാഷണം ഒരിക്കലും ഈ സമയത്ത് ഭൂഷണമല്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സമയം ഒത്തിരി വൈകിയിട്ടുണ്ട്. എന്നാൽ പോലും വളരെ സമ്പന്നമായ രീതിയിൽ ഈ വേദിയെ സമ്പുഷ്ടമാക്കിയ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് ആദ്യമായി അഗൈതവമായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. എന്തായാലും വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടെ തന്നെയാണ് നമ്മൾ ഈ ഒരു ചടങ്ങിനെ സാക്ഷീകരിക്കുന്നത്. ഈ ഒരു ചടങ്ങ് തീർച്ചയായും നമുക്ക് വലിയൊരു ചടങ്ങായി ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് രൂപീകരിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരി പ്രഗത്ഭരായ കുട്ടികളുണ്ട് എന്നും ഇത്രയും കാണുന്ന കുട്ടികൾക്കിടയിൽ നിന്നും വാർത്തെടുത്ത് അരിച്ചെടുത്ത് സ്ക്രീൻ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് അവസാന 16-ൽ ഒരാളായി എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ആയി തീർന്നതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം, ഈ മക്കൾക്കും അഭിമാനിക്കാം. ഇതുപോലെ നല്ല കഴിവുറ്റ പ്രതിഭകളായ മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരുപക്ഷെ നമ്മളൊന്നും കരുതാത്ത രീതിയിൽ നമ്മുടെ മക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ ആദ്യം ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു ഇവിടെ, ഫസ്റ്റ് പ്രിലി നടത്തി. അതിലെ മെയിൻ എക്സാം നടത്തിയ സമയത്ത് ഈ എക്സാമിലെ പേപ്പർ ഒരു സെറ്റ് ഫോളോ ചെയ്ത സമയത്താണ് ഞെട്ടിക്കുന്ന രീതിയിലുള്ള കുട്ടികളുടെ പെർഫോമൻസ് കാണാൻ സാധ്യമായത്. അതിനുശേഷം ഇൻ്റർവ്യൂ സമയത്താണ് പല കുട്ടികളും ഞങ്ങൾ ഒരിക്കലും ധരിച്ചിരുന്നില്ല ഈ കുട്ടി ഇത്രയും വിവരവും അല്ലെങ്കിൽ ഇത്രയും സംഗതികളൊക്കെ സമ്പത്തുണ്ട് എന്നുള്ളത്. അപ്പം ഞങ്ങൾ ഞെട്ടിച്ച് ഒരുപാട് കുട്ടികളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. അപ്പം എന്തായാലും അതുപോലെ തന്നെ പെരിന്തൽമണ്ണ ക്രിയയിൽ പോയ സമയത്തും അവരൊക്കെ ഞെട്ടിച്ച ഒരുപാട്
പ്രതിഭാസമ്പന്നരായ മക്കളാണ് ഇരിക്കുന്നത്. നമ്മുടെ മക്കളെ കൂട്ടത്തിൽ ഇനിയും ഒരുപാട് മക്കളുണ്ട്. അവർക്കൊക്കെ ഇനിയുള്ള കാലങ്ങളിൽ അവസരങ്ങളിൽ അവരുടെ ഈ വഴികൾ ഉപയോഗപ്പെടുത്തണമെന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സുദീർഘമായ ഒരിക്കലും സംസാരിക്കുന്നില്ല. ഈ ചടങ്ങിൽ നമ്മുടെ ഈ ഒരു പ്രത്യേക ക്ഷണിതാവായി നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാന്യരായ മലപ്പുറം ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടറായിട്ടുള്ള ഷിജു സാറാണ്. ഷിജു സാറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? കണ്ടതല്ലേ? ഓക്കെ. അപ്പം നമുക്ക് മുന്നിൽ ഒരു തവണ വന്നിട്ടുണ്ട് സാറ്. എന്നാൽ പോലും നമ്മുടെ ഈ ഒരു എളിയ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന ഷൈജു സാർ, ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഈ ഒരു ചടങ്ങിൽ ഈ ഇനാഗുറേഷൻ നടത്തി ശേഷം കുട്ടികൾക്കുള്ള കോൺവക്കേഷൻ ഡിസ്ട്രിബ്യൂട്ട് അറിയിക്കാൻ വേണ്ടി ബഹുമാന്യരായ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സർ പ്ലീസ്. Thank you, sir. Now let's welcome our chief guest, Shaidu Kalangara, the Sub-Inspector of Crime Branch Malappuram, to officially inaugurate this celebration of excellence. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിന് നാം ഏവരെയും മധുരമുറന്ന വാക്കുകളോടെ സ്വാഗതമേകിയ സജിയ ടീച്ചർ, ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ സുഹൈൽ സാർ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഉന്നത വിജയം നേടിയ ഇനിയും ഉന്നത വിജയം നേടാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥിനികളെ, അവരുടെ വിജയത്തിലെ അഭിമാനത്തോടുകൂടി പിന്നിലിരിക്കുന്ന രക്ഷിതാക്കളെ, അതിനെല്ലാം അവർക്ക് സാഹചര്യമൊരുക്കിയ മറ്റ് അധ്യാപകരെ, തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ദിവസം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. കാരണം നിങ്ങളുടെ മക്കൾ ഒന്നോ രണ്ടോ അല്ല, ഒരുപാട് ടെസ്റ്റുകൾക്കും സ്ക്രീനിങ്ങിനും ശേഷം അതിലെല്ലാം വിജയിച്ച് ഭാവിയുടെ വരദാനങ്ങളായിട്ട് നിങ്ങളുടെയൊക്കെ പ്രതീക്ഷ നിറവേറ്റാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയും ഈ ചടങ്ങിൽ അതിനുള്ള ബഹുമതി ഏറ്റുവാങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. എനിക്ക് കുട്ടികളോട് ഒന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആശ്രാന്ത പരിശ്രമം കൊണ്ട് നേടിയെടുത്ത വിജയമാണ് എന്നറിയാം. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞുള്ളതുപോലെ അത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട വിജയമല്ല, അത് നിങ്ങളുടെ മാത്രം വിജയമല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഒരു വേദി ഉണ്ടാക്കി തന്ന, ഞാൻ പല സ്കൂളുകളും പോകുമ്പോൾ ഇത്തരം ഒരു വേദി ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഇത്തരം ഒരു കൺസെപ്റ്റ് മുൻപിൽ വെച്ച് അതിനുവേണ്ടി ശ്രമിച്ച് നിങ്ങളെ അങ്ങോട്ട് ആ പന്ഥാവിലേക്ക് നയിക്കാൻ വേണ്ടി ഈ സ്കൂൾ അധികൃതർ അതിന് മുന്നിട്ടിറങ്ങി എന്നുള്ളത് നിങ്ങളുടെ ഒരു ഭാഗ്യമാണ്. അതോടൊപ്പം എപ്പോഴും പറയാനുള്ളത് പോലെ നിങ്ങളുടെ മാത്രം വിജയമല്ല, നിങ്ങൾക്ക് വേണ്ടി എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഉറക്കം വിളിച്ച് നിങ്ങളെ പഠിക്കുമ്പോൾ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് രക്ഷിതാക്കളും ഉമ്മമാരും, അതുപോലെ നിങ്ങൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കുന്ന, നിങ്ങളുടെ നല്ലതിനു വേണ്ടി മാത്രം ശ്രമിച്ച് അവർ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പണം ചെലവാക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുന്ന നിങ്ങളുടെ ഉപ്പമാരുമാണ്. അതുകൊണ്ട് ഈ വിജയം, നിങ്ങളുടെ ഈ വിജയം ഞാൻ എൻ്റെ ഭാഷയിൽ അവർക്കായി സമർപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, തീർച്ചയായിട്ടും ഉന്നത വിദ്യാഭ്യാസം നിങ്ങൾ നേടി ഇത്തരമുള്ള വലിയ വലിയ പരീക്ഷകൾ പാസ്സായി IAS IPS മറ്റ് എന്ത് ബഹുമതികൾ നേടിയാലും ആ അറിവിനും വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ ആ നേട്ടങ്ങൾക്കും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് എൻ്റെ ഭാഷ്യം. 1925 ഒക്ടോബർ 22 നമ്മളുടെ മഹാത്മാവായ ഗാന്ധിജി അദ്ദേഹത്തിന്റെ സ്വന്തം മാസികയായ യങ് ഇന്ത്യയിൽ ഒരു ലേഖനം എഴുതി. 7 സോഷ്യൽ സിൻസ് എന്നായിരുന്നു അതിന്റെ പേര്. നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന, ഇനിയും ഭാവിയിലെ ഭാരതത്തിന് നാശമുണ്ടാകുന്ന, അല്ലെങ്കിൽ ലോകത്തിന് നാശമായേക്കാവുന്ന 7 പാപങ്ങളെ കുറിച്ച്, 7 സോഷ്യൽ സിൻസ് എന്നതിനെ കുറിച്ചായിരുന്നു ആ ലേഖനം. അതിലെ ഒന്നാമത്തെ സാധനമായിരുന്നു നോളജ് വിത്തൗട്ട് ക്യാരക്ടർ, സ്വഭാവ വൈശിഷ്ട്യമില്ലാത്ത അറിവ്.
നമ്മൾക്ക് എന്ത് തന്നെ അറിവുണ്ടായാലും അതിന് സ്വഭാവ വൈശിഷ്ട്യമില്ലെങ്കിൽ ആ അറിവ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഗുണമായേക്കാം. എന്നാൽ അതുകൊണ്ട് ഈ സമൂഹത്തിന് ആ അറിവ് കൊണ്ടോ നിങ്ങളെ കൊണ്ടോ യാതൊരു ഗുണവും ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സിദ്ധാന്തം. രണ്ടാമത്തതായിരുന്നു സയൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റി. സയൻസിന്റെ വളർച്ചയിൽ AI ലോകത്തിൽ എത്തി നിൽക്കുന്ന ഈ ലോകം, നിങ്ങളുടെ ആ AI അറിവ് പോലും അതിന് ആ സയൻസിന് മനുഷ്യത്വമില്ലെങ്കിൽ, നിങ്ങൾക്ക് മനുഷ്യനാകാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ അറിവ് ഈ ലോകത്തിന് ഗുണകരമാകില്ല എന്ന് മാത്രമല്ല, ഈ ലോകത്തിന് എന്നും നാശത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്ന ഒന്നുകൂടിയാണ്. അതോടൊപ്പം കൊമേഴ്സ് വിത്തൗട്ട് മൊറാലിറ്റി. കൊമേഴ്സ് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കച്ചവടത്തിലെ അല്ലെങ്കിൽ ബിസിനസ്സിലെ മൊറാലിറ്റിയെ കുറിച്ചാണ്. ഇതൊക്കെ ആത്മീയപരമായും നമ്മൾ ഒരുപാട് തെറ്റുകളിലേക്ക് നയിക്കുന്ന ഒരു സംഭവമാണ്. അതോടൊപ്പം പ്ലഷർ വിത്തൗട്ട് കോൺഷ്യസ്, മനസാക്ഷിയില്ലാത്ത ആനന്ദം. പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾ, ആദർശമില്ലാത്ത രാഷ്ട്രീയം. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. അതിൽ ഞാൻ ഫസ്റ്റിലെ 2-3 പറയാൻ കാരണം, ഏതൊരു വിദ്യാഭ്യാസം ലഭിച്ചാലും നമുക്കൊരു മനുഷ്യനാകാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ആ വിദ്യാഭ്യാസം കൊണ്ടോ നമ്മളുടെ ഉയർച്ച കൊണ്ടോ നമുക്കോ ലോകത്തിനോ യാതൊരു നേട്ടവുമില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യനാകുക, ഒരു ഉത്തമ മനുഷ്യനാകുക, അല്ലെങ്കിൽ മനുഷ്യത്വമുള്ളവനാകുക എന്നതായിരിക്കണം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. വൈകിയ ഈ വേളയിൽ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രം: നിങ്ങളുടെ എല്ലാ ഐശ്വര്യങ്ങളിലും, നിങ്ങളുടെ എല്ലാ മുന്നേറ്റങ്ങളിലും നിങ്ങളെ നയിക്കാൻ നിങ്ങളുടെ രക്ഷിതാക്കളും നിങ്ങളുടെ അധ്യാപകരും നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഭാഗ്യമാണ്. ഒരു പക്ഷേ ഈ സ്കൂളിൽ പഠിക്കാൻ വന്നത് പോലും നിങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് വേണം നിങ്ങൾക്ക് കരുതാൻ. കാരണം ഞാൻ മറ്റൊരു സ്കൂളിലും ഇങ്ങനെ ഒരു സ്കീം കണ്ടിട്ടില്ല. ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അതിന് ആർജവം കാണിച്ച ഈ സ്കൂൾ അധികാരികളെ ഞാൻ ഈ വേളയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കൂടുതൽ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ സമയമില്ലെന്നറിയാം, അതുകൊണ്ട് നിർത്തുകയാണ്. ഇന്നത്തെ ഈ നമ്മളുടെ മഹത്തായ പ്രോഗ്രാം, നമ്മളുടെ കുട്ടികളുടെ പുതിയ ചുവടുവെപ്പിനുള്ള ഈ പ്രോഗ്രാം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളുന്നു. Thank you, sir. Out of our 16 brilliant achievers, 8 students have been risen to the top 8 rank holders. But here is the secret. I most respectfully request our chief guest, Mr. Shaiju Kalangadan, sir, to do the honor and to announce the name of our 8 rank holders. Fatima Musfira, Fatima Fina, Helna Rabin. ഫസ്റ്റ് ആയിട്ടാണോ ഇങ്ങനെ ഇട്ടതുകൊണ്ട്? സോറി, ഒരു ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് ഞാൻ അതിനെ തൊട്ട് ഇത് ഞാൻ തിരുത്തി വായിക്കുകയാണ്. ഐഷ റിദ CA, മുഹമ്മദ് അമൻ M, സിയ റസാൻ, മഹസ് റഹ്മാൻ CK, മുഹമ്മദ് ഹനി M, ഫാത്തിമ യുംന K, ലെന ജാബിർ, ഫിൽസ ഫാത്തിമ P. Congratulations, top rank holders. We know behind every great success there will be some pillars. In today's success, it is a result of the incredible hard work of the program coordinators. So to show our love and appreciation, we have a small token of gratitude for the program coordinators. So I invite the program coordinators, Ms. Sachia ma'am and the Rasim sir, and to give away the
token of appreciation, I would like to welcome Mr. Shaiju Kalangadan. So first, let's welcome Ms. Sijia onto the stage. Welcome, ma'am. Thank you, ma'am. Next, let's welcome Mr. Rasim sir to receive his token of appreciation and the result of his beautiful hard work. Congratulations, sir. And now, the moment we have all been waiting for here today.